എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ തീർത്ഥയാത്രയിൽ തിരുവനന്തപുരത്തുള്ള ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. 58 അടി ഉയരമുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമായ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത്. ജാതിപത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയായ ശിവൻ്റെയും മറ്റ് ഉപദേവതകളുടെയും ശ്രീകോവിലുകൾ, മനോഹരമായ കൊത്തുപണികൾ, ചുമർചിത്രങ്ങൾ എന്നിവ കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. 58 അടി ഉയരമുള്ള ശിവൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി. 2014 ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി. അതേ വർഷം ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരവും, വലത് മുൻകൈ വലത്ത് തുടയിലും, പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും, മുൻ ഇടതുകൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ് 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഈ രൂപകൽപ്പന. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായി 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട്. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ഒരു ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത്. മണ്ഡപത്തിൽ ശിവൻ്റെ ശയനശില്പം, അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവരൂപത്തിനെ താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി നാം പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ഒരു പീഠത്തിരിക്കുന്ന ശിവനും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്തെ 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ഇതിന് സമീപമായി 80 അടി ഉയരത്തിൽ വൈകുണ്ഠം എന്ന പേരിൽ വൈഷ്ണവ പ്രധാനമായ മറ്റൊരു നിർമ്മിതിയുമുണ്ട്. ഇതിനകത്തും നിരവധി ദേവതാ പ്രതിഷ്ഠകളും ഏറ്റവും മുകളിലായി ഇരു നിർമ്മിതികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ 64 അടി നീളമുള്ള ഒരു വിഗ്രഹവുമുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം. ഇവയെല്ലാം 2011 2020 പണികഴിപ്പിക്കപ്പെട്ടവയാണ്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോടുകൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം. ഇവയിൽ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 3 നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തി നിൽക്കുന്നു. കിഴക്കേ ഗോപുരത്തിൽ നേരെ മുന്നിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ്റെ ഒരു വിഗ്രഹം കാണാം.
ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്ന ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായി നിരവധി മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് കാണപ്പെടുന്നത്. ഇത് വെറും ഒരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ്. ഷടാധാര വിധിയനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് 7 നിലകളുണ്ട്. മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. അവയിൽ ഓരോന്നിലും വിവിധ ദേവീ ദേവത രൂപങ്ങൾ കാണാം. ഏറ്റവും താഴെയുള്ള നിലയെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൻ്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. മനുഷ്യരുടെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ. മൂലാധാരത്തിൽ 7 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനെ ഉണർത്തി ഓരോ ചക്രത്തെയും ഭേദിച്ച് അവസാനം സഹസ്രാര പത്മത്തിലെത്തിച്ച് സാക്ഷാത്കരിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവയിൽ ഓരോ നിലയിലും പ്രത്യേകം ആകൃതിയുള്ള താമരപ്പൂക്കളുടെയും രൂപം കാണാം. ഇവ ഓരോ ചക്രത്തിൻ്റെയും പ്രതീകമാണ്. മൂലാധാരത്തെ പ്രതിനിധീകരിക്കുന്ന താമരയ്ക്ക് 4ഉം സ്വാധിഷ്ഠാനത്തെ പ്രതിനിധീകരിക്കുന്ന 6ഉം കൂടെ ഒരു ചന്ദ്രക്കലയും കാണാം. മണിപൂരകത്തെ പ്രതിനിധീകരിക്കുന്നതിന് ത്രികോണാകൃതിയിൽ 10ഉം അനാഹതത്തെ പ്രതിനിധീകരിക്കുന്നതിന് 12ഉം വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നതിന് വൃത്താകൃതിയിൽ ചന്ദ്രക്കലയോട് കൂടിയതുമാണ്. അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന 2ഉം സഹസ്രാരത്തെ പ്രതിനിധീകരിക്കുന്നതിന് 1000ഉമാണ് ഇതിലുള്ള എണ്ണം. ഓരോ നിലയിലും യഥാക്രമം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വെള്ള എന്നീ നിറങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും ധ്യാനിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള നിലയിൽ ഭക്തർക്ക് സ്വയം പൂജിക്കാൻ സൗകര്യത്തിൽ ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. അവസാനത്തെ നിലയിൽ കൈലാസ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഈ തീർത്ഥയാത്ര അവസാനിക്കുകയാണ്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാ സമയത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹര ഹര മഹാദേവ്. ഓം നമഃ ശിവായ.